പ്രൈസ് ദി ലോർഡ്. അതിപരിശുദ്ധമായ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് രാത്രികാലം ഫെയ്ത്ത് ലൈഫ് മീഡിയ യൂട്യൂബ് ചാനലിൽ കൂടിയാണ് ശ്രദ്ധിക്കുന്ന എൻ്റെ എല്ലാ സ്നേഹമുള്ള പ്രിയപ്പെട്ടവരെയും ദൈവം ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. സർവൈശ്വര്യങ്ങളാലും നിറയ്ക്കുന്ന ദൈവത്തിൻ്റെ അതിമകത്തായ വിടുതലും പ്രത്യാശയും വെളിപ്പെടുത്തി സ്വർഗം അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ഈ രാത്രികാലം പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. ഇന്ന് രാത്രികാലത്തെ ചിന്ത, ഞാൻ ഒന്നിലും ലജ്ജിച്ചു പോകയില്ല. മാനുഷികമായി നാം പുറകോട്ട് നിറങ്ങി ചിന്തിച്ച് നോക്കിക്കഴിഞ്ഞാൽ പലപ്പോഴും ലജ്ജയുടെ അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വ്യാപരിക്കാറുണ്ട്. പല സാഹചര്യങ്ങൾ വരുമ്പോൾ ലജ്ജിച്ചു പോകുന്ന അല്ലെങ്കിൽ ക്ഷീണിതരായിത്തീരുന്ന ചില അനുഭവങ്ങളെക്കുറിച്ച് നമുക്ക് വ്യക്തമായി പിറകിലോട്ട് നോക്കുമ്പോൾ കാണാൻ കഴിയുന്നുണ്ട്. പല മേഖലകളിലും ലജ്ജിച്ച് നാം തല താഴ്ത്തി മറ്റുള്ളവരുടെ മുന്നിൽ ലജ്ജാഭാരത്തോടുകൂടി മാനസിക പ്രയാസങ്ങളോടുകൂടി നിലനിൽക്കുന്ന ചില അനുഭവങ്ങൾ ജീവിത മേഖലയിൽ വെളിപ്പെടുവാൻ തക്കവണ്ണമിടയായിത്തീരും. അത് സഹിക്കാൻ കഴിയാത്ത ചില പ്രതികൂലങ്ങൾ വരുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ ലജ്ജയുടെ അനുഭവം, എല്ലാ മേഖലകളിലും ഞാൻ താഴ്ത്തപ്പെട്ടു പോയല്ലോ എന്നുള്ള ചിന്ത നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുവാൻ തക്കവണ്ണമിടയായിത്തീരുന്നത്. അതിനാധാരമായിട്ട് ഒരു വാക്യം വായിക്കുന്നു. ഫിലിപ്പിയ ലേഖനം 1-ാമത്തെ അധ്യായം അതിൻ്റെ 20-ാമത്തെ വാക്യം. അങ്ങനെ ഞാൻ ഒന്നിലും ലജ്ജിച്ചു പോകാതെ പൂർണ്ണ ധൈര്യം പൂണ്ട് ക്രിസ്തു എൻ്റെ ശരീരത്തിങ്കൽ ജീവനാലാകട്ടെ മരണത്താൽ ആകട്ടെ എപ്പോഴും എന്ന പോലെ ഇപ്പോഴും മഹിമപ്പെടുകയുള്ളൂ എന്ന് പ്രതീക്ഷിക്കുകയും പ്രത്യാശിക്കുകയും ചെയ്യുന്നു. അവിടെ വചനം വെളിപ്പെടുത്തുന്നത്, അങ്ങനെ ഞാൻ ഒന്നിലും ലജ്ജിച്ചു പോകാതെ ധൈര്യം പൂണ്ട് ക്രിസ്തു എൻ്റെ ശരീരത്തിങ്കൽ ജീവനല്ലാകട്ടെ മരണത്താലാകട്ടെ എപ്പോഴും എന്ന പോലെ ആമയും മഹിമപ്പെടുകയാണ്. അപ്പോൾ ജീവിത മേഖലയിൽ പലപ്പോഴും പല സാഹചര്യങ്ങളിൽ ലജ്ജിപ്പിക്കുന്ന ഈ അനുഭവങ്ങൾ, ശത്രുവാകുന്ന പരാജയപ്പെടുത്തുവാൻ നോക്കുന്ന ഈ അനുഭവങ്ങൾ വ്യാപരിക്കുമ്പോൾ അപ്പോസ്തലനായ പൗലോസ് പറയുകയാണ്, ഞാൻ ഒന്നിലും ലജ്ജിച്ചു പോകാതെ ദൈവസന്നിധിയിൽ തന്നെ ഏൽപ്പിച്ചു കൊടുത്ത് പ്രത്യാശയുള്ളവരായി നിലനിൽക്കുവാൻ തക്കവണ്ണമിടയായിത്തീരും എന്നാണ് അപ്പോസ്തലനായ പൗലോസ് വെളിപ്പെടുത്തുവാനിടയായിത്തീരുന്നത്. ഇത് പറയാനുണ്ടായ കാരണമെന്ന് പറയുന്നത്, അപ്പോസ്തലനായ പൗലോസ് ഈ കാര്യം പറയുമ്പോൾ ഞാൻ ഒന്നിലും ലജ്ജിച്ചു പോകുകയില്ല എന്ന് അപ്പോസ്തലനായ പൗലോസ് പറയുമ്പോൾ തന്നെ നമുക്കവിടെ കാണാൻ കഴിയുന്നുണ്ട്. റോമിലെ തടവിലായിരിക്കുമ്പോഴും ഫിലിപ്പിയർക്ക് ലേഖനം എഴുതുന്ന ഒരു അനുഭവമാണ് കാണാൻ കഴിയുന്നത്. റോമിലെ തടവിലായിരിക്കുമ്പോഴാണ് അദ്ദേഹം അങ്ങനെ പറയുന്നത്, ഞാൻ ഒന്നിലും ലജ്ജിച്ചു പോകുകയില്ല. പല മേഖലകളിൽ നമ്മുടെ ജീവിതത്തിൽ തടവ് പോലെയുള്ള അനുഭവങ്ങൾ വരുമ്പോൾ, ചില പ്രതിസന്ധികളാൽ ഭാരങ്ങൾ അനുഭവിക്കുമ്പോൾ ലജ്ജിതരായി സമൂഹത്തിൻ്റെ നടുവിൽ സഭയുടെ മുമ്പിൽ മറ്റുള്ളവരുടെ മുമ്പിൽ ലജ്ജിതരായി തല താഴ്ത്തേണ്ട അനുഭവങ്ങൾ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ അപ്പോസ്തലനായ പൗലോസ് പറയുന്നു, കാരാഗൃഹത്തിലകപ്പെട്ട തടവിലായി പോയിരുന്ന പൗലോസ് ആമേൻ ജനത്തോട് പറയുകയാണ്, ആമേൻ ഞാൻ ഒന്നിലും ലജ്ജിച്ചു പോകില്ല. റോമിൽ തടവിലായിരിക്കുമ്പോഴും ഫിലിപ്പിയ ജനത്തോട് പറയുകയാണ്, ഞാൻ ഒന്നിലും ലജ്ജിതനായി തീരുകയില്ല. ഇനി എൻ്റെ ജീവിതത്തിൽ എത്ര തടവ് വന്നാലും എത്ര പ്രതികൂലം വന്നാലും ഏത് പ്രതിസന്ധികൾ വന്നാലും ഞാൻ ലജ്ജിതനായി തീരാതെ ദൈവസന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുക്കുവാൻ തക്കവണ്ണം ഇടയായി തീരും എന്നാണ് ഇവിടെ പറയുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ കാണുന്നത്, യാതൊരു കാര്യത്തിലും ലജ്ജിച്ചു പോകാതെ എല്ലായ്പ്പോഴും എന്ന പോലെ എപ്പോഴും പൂർണ്ണ ധൈര്യത്തോടെ ജീവനായാലും മരണത്താലാണെങ്കിലും ക്രിസ്തു എൻ്റെ ശരീരത്തിലുണ്ടെന്നുള്ള പ്രത്യാശയാണ് തൻ്റെ ജീവിതത്തിൽ വെളിപ്പെടുവാനിടയായിത്തീരുന്നത്. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രികാലം ദൈവിക ദൂത് വിളിച്ച് പറയാം, പല മേഖലകളിൽ നാം ലജ്ജിതരായി തീരുമ്പോൾ നമുക്ക് ഒരു പ്രത്യാശ ഉണ്ടായിത്തീരട്ടെ. ആമേൽ ലോകം എന്നെ ഒന്നും ചെയ്യാൻ കഴിയത്തില്ല, സർവശക്തനായ ദൈവം എൻ്റെ ഉള്ളിലുള്ളിടത്തോളം കാലം എന്നെ ലജ്ജിപ്പിക്കുവാൻ, മറ്റുള്ളവരുടെ മുന്നിൽ തല താഴ്ത്തുവാൻ ദൈവം അനുവദിക്കുന്ന ദൈവമല്ല എന്നുള്ള ഒരു പ്രത്യാശ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിത്തീരുവാനിടയായിത്തീരട്ടെ. ആമേൻ. ഫിലിപ്പിയ സഭ അദ്ദേഹത്തെ സാമ്പത്തികമായും പ്രാർത്ഥനയിലും പിന്തുണച്ചു എന്നാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. ലജ്ജിച്ചു പോകാതെ ആമേൻ ഫിലിപ്പിയ സഭ പൗലോസിനെ പ്രാർത്ഥനയിലും
ആമേൻ അപ്രകാരം തന്നെ സാമ്പത്തികമായും കൈത്താങ്ങൽ ചെയ്യുവാൻ തക്കവണ്ണമിടയായിത്തീരുന്നു. അവിടെ ലജ്ജിക്കുവാൻ അനുവദിക്കാതെ സർവശക്തനായ ദൈവത്തിൻ്റെ കരങ്ങളിൽ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുക. എന്ന് വെച്ചാൽ തടവിലാകുമ്പോഴും ജീവിത മേഖലയിൽ നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും പലവിധമാകുന്ന തടവിൻ്റെ അനുഭവങ്ങൾ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ, അത് ഭവനത്തിലാകട്ടെ, ജോലി സ്ഥാപനത്തിലാകട്ടെ, യാത്ര ചെയ്യുന്ന മേഖലകളിലാകട്ടെ, ഭവനത്തിൻ്റെ ഉള്ളറയിലാകട്ടെ, തടവ് പോലെയുള്ള തടവിൻ്റെ അനുഭവം പോലെയുള്ള ചില അനുഭവങ്ങൾ ജീവിത മേഖലയിൽ വ്യാപരിക്കുമ്പോൾ നാം പ്രത്യാശയുള്ളവരായി നിലനിൽക്കുവാൻ തക്കവണ്ണമിടയായി തീരട്ടെ. താൻ ജീവിച്ചാലും മരിച്ചാലും ക്രിസ്തുവിൻ്റെ മഹത്വത്തിന് വേണ്ടി ജീവിക്കുമെന്ന് അദ്ദേഹം അവിടെ വെളിപ്പെടുത്തുക. ജീവിച്ചാലും മരിച്ചാലും ഞാൻ ക്രിസ്തുവിന് വേണ്ടി നിലനിൽക്കുവാൻ തക്കവണ്ണമിടയായി. ഫിലിപ്പിയ ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 21-ാമത്തെ വാക്യത്തിൽ പറയുന്നത്, എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തുവും മരിക്കുന്നത് ലാഭവും എന്ന് അവിടെ അപ്പോസ്തലനായ പൗലോസ് വിളിച്ചു പറയുക. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രികാലം ദൈവസന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുത്ത് പറയാൻ കഴിയുമോ, ക്രിസ്തു എൻ്റെ ജീവിതത്തിൽ പ്രവർത്തിക്കും, അതുകൊണ്ട് ഇനി ശത്രുവിനെ ജയിക്കാൻ കഴിയത്തില്ല എന്ന് ആമേൻ എബ്രിയ ബാലന്മാർ ദാനിയേലിന്റെ പുസ്തകത്തിൽ പഠിപ്പിക്കുന്നത് പോലെ എബ്രിയ ബാലന്മാർ തീച്ചൂളയുടെ നടുവിൽ കിടക്കുമ്പോഴും പറയുന്നൊരു കാര്യമുണ്ട്, ഞങ്ങൾ സേവിക്കുന്ന ഒരു ദൈവമുണ്ട്. ആമേൻ ആ ദൈവം ഞങ്ങളെ വിടുവിച്ചാലും ഇല്ല എങ്കിലും നിന്റെ ദൈവത്തെ ഞങ്ങൾ സേവിക്കില്ല എന്ന് ആമേൻ എബ്രിയ ബാലന്മാർ തീച്ചൂളയുടെ നടുവിൽ കിടന്നുകൊണ്ട് പറയുവാനിടയായി പറഞ്ഞതുപോലെ ഇന്ന് രാത്രി കാലം നിന്റെ ജീവിതത്തിൽ പ്രതികൂലം അനുഭവിക്കുമ്പോൾ, ലജ്ജിപ്പിക്കുന്ന അനുഭവങ്ങൾ വന്നു ഭവിക്കുമ്പോൾ ആമേൻ ഹൃദയത്തെ തൊട്ടുകൊണ്ടൊന്ന് പറയാൻ കഴിയുമോ, ആമീൻ ഞാൻ ജീവിക്കുന്നു എങ്കിലും മരിക്കുന്നു എങ്കിലും അത് ക്രിസ്തുവിന് വേണ്ടി ആയിരിക്കുമെന്നുള്ള പ്രത്യാശയോടുകൂടി ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കുവാൻ തയ്യാറാകുന്നു എങ്കിൽ ലജ്ജിപ്പിച്ച് തല താഴ്ത്തുവാൻ അനുവദിക്കുന്ന ദൈവമല്ല, കാരാഗ്രഹത്തെ പുറത്തു കൊണ്ടുവന്ന് മാനിക്കുവാനിടയായിത്തീരും. ചിന്തകളാൽ സർവശക്തനായ ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ. സ്തോത്രം.